പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കേണ്ടതിന് വചനത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു കിട്ടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാണ്. കുടിലിൽ കിടക്കുന്നവൻ മുതൽ കൊട്ടാരത്തിൽ കിടക്കുന്നവർക്ക് വരെ പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പൗലോസിനും എനിക്ക് പ്രാർത്ഥന വേണ്ട എന്നല്ല, പ്രാർത്ഥന ആവശ്യമായിരുന്നു. ഗദസമന തോട്ടത്തിൽ യേശുവിൻ്റെ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. കൂടെയുള്ളവരെല്ലാം കിടന്ന് ഉറങ്ങിയ സമയത്ത് യേശു പറഞ്ഞു, നിങ്ങൾ ഒരു നാഴികയെങ്കിലും എൻ്റെ കൂടെ ഇരിക്കാഞ്ഞത് എന്താ? യേശു ആഗ്രഹിച്ചു യേശുവിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുന്നവർ. ഇന്ന് എല്ലാവർക്കും വേണ്ട ഒരു വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി. ഇന്ന് പലർക്കും കിട്ടാത്തൊരു വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളില്ല. എവിടെ ചെന്നാലും ഏറ്റവും ഒടുവിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദൈവവുമായി അടുത്തിരിക്കുന്ന ഒരാളുണ്ടോ എന്ന് ഈ ചോദിക്കുന്നേ. 3 രാജാക്കന്മാർക്ക് മരുഭൂമിയിൽ വെള്ളം കിട്ടിയില്ല. ആ കൂട്ടത്തിൽ ഭക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, യഹോശാഫാത്ത്. അദ്ദേഹം ചോദിച്ച ചോദ്യം, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടോ? അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രവാചകന്റെ പ്രത്യേകത പ്രാർത്ഥനയിലായിരിക്കും. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവനാണ്. ദൈവത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏലീശ ഇവിടെ ഉണ്ടെന്ന് അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വന്നപ്പോൾ ആ മരുഭൂമിയിൽ താഴ്വര വെള്ളം കൊണ്ട് നിറയുന്ന ഒരു അത്ഭുതം നടന്നു. കാരണം നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു എന്നാണ് ഏലിയാവിനെ കുറിച്ച് യാക്കോബ് 5:16-17 പറയുന്നത്. ആ ഏലിയാവിൻ്റെ കൈവപ്പ് കിട്ടിയവനാണ് ഏലീശ. ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എല്ലാവരും ആശ്രയിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. ജീസസ് എവരിഡേയിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കൊതിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. ഇവിടെ ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ 8 മണിക്കൂറാണ് പ്രാർത്ഥന. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 5 മണി വരെ. വളരെ ആള് കുറവാണ്. കാരണം പ്രാർത്ഥനയല്ലേ, ഒത്തിരി പേർക്ക് വരാൻ പറ്റിയില്ലല്ലോ. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പ്രസംഗം എന്ന് പറഞ്ഞ ആൾക്കാർ വരും. എന്നാൽ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ചെലവുണ്ട്. എല്ലാവർക്കും വരാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വിശേഷ തെരഞ്ഞെടുപ്പാണത്. ആ വരുന്നവർ ചരിത്രം ചമയ്ക്കുന്നവരുമായി മാറും. തന്നോട് കൂടി ഇരിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ യേശു പന്തിരുവരെ നയിച്ചു. കൂടെ ഇരിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാപിക്കും അങ്ങനെയുള്ളവർ, ബലപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ എങ്ങനെ നിങ്ങൾ മെച്ചമാക്കും, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ഈ കാലഘട്ടത്തിൽ അത്ഭുതമായി മാറും. ആകയാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എല്ലാം ഇടതടവില്ലാതെ പ്രാർത്ഥിപ്പാൻ എല്ലാവരും യേശു സഹായിക്കട്ടെ. ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം.
வார்த்தை கேட்டிட உண்மையாயோடுகின்ற அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ஆதாரமே அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ആധാരമേ. ഞങ്ങളെ അയക്കുന്നവനെ, ഞങ്ങളുടെ വേലയുടെ ആധാരമേ, ഞങ്ങളെ അയക്കണം. ഞങ്ങളുടെ വേലയ്ക്കായി വയൽ വിളഞ്ഞു കിടക്കുക, വേലക്കാരോ ചുരുക്കമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആർക്കൊക്കെ പറയാൻ കഴിയും? എന്നെ അയക്കണമേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള സ്വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കണം പിതാവേ. എത്ര നിന്ദകളാണെങ്കിലും, എത്ര പ്രശ്നങ്ങളാണെങ്കിലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും അങ്ങേക്ക് വേണ്ടി പോകുവാൻ ഞങ്ങളെ തരുന്നു. ഞങ്ങളെ അയക്കണമേ, അങ്ങയുടെ വേലയ്ക്ക് അയക്കണമേ യേശുവേ. ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കണമേ, ആ വയലിലേക്ക് തള്ളിവിടണമേ. എത്തനെ നിന്ദകൾ, എത്തനെ தேவைகள் என சொல்ல நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நிந்தைகள், எத்தனை தேவைகள் என சொல்ல நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியர் என்று நீ சொன்னிட, ஒரு வார்த்தை கேட்டிட உண்மையாயோடுகின்ற உத்தம ஊழியர் என்று நீ சொன்னிட, ஒரு வார்த்தை கேட்டிட உண்மையாயோடுகின்ற அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ஆதாரமே அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ஆதாரமே. அடியனிதா தேவா, அடியனிதா தேவா, அடியனிதா தேவா, அடியனிதா அடியனிதா தேவா, அடியனிதா தேவா, அடியனிதா தேவா, അടിയനിതാ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ തുടരുന്നത്. ഈ അധ്യായം ബൈബിളിലെ ഏത് അധ്യായങ്ങളും വളരെ വിലപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം എന്ന് മാത്രമല്ല, എല്ലാ അധ്യായങ്ങൾക്കും അതിൻ്റേതായ വിലയുണ്ട്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതിയതെല്ലാം വിലയേറിയതാണ്. അത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് തുടങ്ങി വെളിപ്പാട് പുസ്തകം ഏറ്റൊടുവിൽ പറയുന്നു, ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന്. അവിടം വരെ പറയുന്ന എല്ലാ വള്ളിക്കും പുള്ളിക്കും വാക്കുകൾക്കും ചരിത്രങ്ങൾക്കും എല്ലാം പ്രസക്തിയുണ്ട്. വീണുപോയവരെക്കുറിച്ച് പറയുന്നു, എഴുന്നേറ്റവരെക്കുറിച്ച് പറയുന്നു, പാപം ചെയ്തവരെക്കുറിച്ച് പറയുന്നു, പിന്മാറ്റക്കാരെക്കുറിച്ച് പറയുന്നു. കഴുകനെ പോലെ കുതിച്ചുയർന്നവരുണ്ട്,
കുതിച്ചുയർന്നിട്ട് അവിടുന്ന് മൂക്കുകുത്തി താഴെ വീണവരുണ്ട്, ദൈവത്തെ അനുസരിക്കാതെ പോയവരുണ്ട്. എല്ലാം നമ്മൾ വായിക്കണം, എല്ലാം നമ്മൾ പഠിക്കണം. കാരണം ജ്ഞാനി കേട്ടിട്ട് ജ്ഞാനാഭിവൃദ്ധി പ്രാപിക്കാനാണ് ഇത് എഴുതിയെന്ന്. ഇത് ഭോഷന്മാർ ജ്ഞാനിയാകാനല്ല, ജ്ഞാനി കേട്ടിട്ട് ജ്ഞാനാഭിവൃദ്ധി പ്രാപിക്കണം. അതിനാണ് സദൃശവാക്യങ്ങളും കടങ്കഥകളും ഉപമകളും എല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് സദൃശവാക്യത്തിൽ ശലോമോൻ രാജാവ് പറയുന്നു. ജ്ഞാനി കേട്ടിട്ട് ജ്ഞാനാഭിവൃദ്ധി പ്രാപിക്കണം. അപ്പോൾ അറിവുള്ളവൻ കൂടുതൽ അറിവ് നേടാൻ, ഭോഷത്വമുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജ്ഞാനമുള്ളവർക്ക് കൂടുതൽ ജ്ഞാനം കൊടുക്കുന്നതാണ് ദൈവവചനം. അപ്പോൾ തന്നെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഈ ഭൂമിയിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കർത്താവ് ഹൃദയം തുറന്നാൽ ഏത് ഭോഷനും ജ്ഞാനിയാകും. അവൻ ജ്ഞാനികളെക്കാൾ ശ്രേഷ്ഠനാകും. ഞാൻ നിന്റെ വചനം ധ്യാനിക്കുന്നുണ്ട്, വയോധികന്മാരെക്കാൾ ശ്രേഷ്ഠനാകുമെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. വൃദ്ധന്മാരാണ് വളരെ ജ്ഞാനമുള്ളവർ. അവരെക്കാൾ ഉയർന്ന നിലയിൽ ദൈവവചനവുമായി ബന്ധമുള്ളവർ വരും. സദൃശവാക്യങ്ങളിൽ അത് പറയുന്നു. ജ്ഞാനത്തെക്കുറിച്ച് സദൃശവാക്യം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് തുടരാം. 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം പണ്ട് ഭാഗമായി വിവിധമായി നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത അന്ത്യകാലത്ത് ക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ട വചനമെന്ന് എബ്രായ ലേഖനം 1 പറയുന്ന പോലെ, തുടക്കം പറയുന്ന പോലെ, ദൈവം ഈ വെളിച്ചത്തെ കാലാകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ വെളിച്ചത്തിലേക്ക് ആരും വന്നില്ല. മോശയ്ക്കൊരു വെളിച്ചം കൊടുത്തു, യോശുവയ്ക്കൊരു വെളിച്ചം കൊടുത്തു, കാലേബിനൊരു വെളിച്ചമുണ്ടായി. വെളിച്ചം വരുമ്പോഴാണ് ജ്ഞാനമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് ഇപ്പോഴൊന്നുമല്ല, നോഹയ്ക്ക് ദൈവം ഒരു വെളിച്ചം കൊടുത്തു. ആ വെളിച്ചത്തിൽ അവൻ ഒരു വലിയ പെട്ടകം പണിതു. ആ പെട്ടകത്തിൽ 1 വർഷം മൃഗങ്ങളുടെ കൂടെ പാർത്തു. തൻ്റെ ഭാര്യയ്ക്കും തനിക്കൊക്കെ വളരെ പേടിയുള്ള സിംഹത്തിൻ്റെയും കടുവയുടെയും പുലിയുടെയും കരിമ്പുലിയുടെയും ചെന്നായുടെയും കണ്ടാമൃഗത്തിൻ്റെ എല്ലാം കൂടെ ഈ കുടുംബം 1 വർഷം പാർത്തുന്നു. സിംഹം തന്നെ എന്തെല്ലാം ഇനം സിംഹങ്ങൾ, വെള്ള സിംഹം, ചുമന്ന സിംഹം, വെളുത്തയാന, കറുത്തയാന, ഇന്ത്യൻ ആന എന്ന് വേണ്ട, പുലികൾ തന്നെ, വെള്ളക്കടുവ, അല്ലാത്ത കടുവ, കരിമ്പുലി, ഇതെല്ലാം കടിച്ചു കയറുന്ന സാധനങ്ങളാണ്. ഇവരെ എല്ലാ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇവരെ ആരെയും കെട്ടിയിട്ടിട്ടില്ല. നോഹയുടെ പെട്ടകത്തിലെ 3 അറയിൽ ഇവരെ ആരെയും കെട്ടിയിട്ടിട്ടില്ല. ഇവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കും. ഒരു മുയലിനെ പോലും പിടിക്കില്ല, ഒന്നിനെ ഉപദ്രവിക്കില്ല. ഇവരിങ്ങനെ നടക്കും. നോഹ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും. 1 വർഷം. എന്താണ്? ദൈവം നോഹയ്ക്ക് വെളിച്ചം കൊടുത്തു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. എന്താണ് നോഹയ്ക്ക് കിട്ടിയ വെളിച്ചം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സർവജീവികളെ അടക്കി വാഴാനാണ് എന്ന വെളിച്ചമാണ് നോഹയ്ക്ക് ഇവരെയെല്ലാം വാഴാൻ കഴിഞ്ഞത്. ഇവരുടെ മേലെല്ലാം ആധിപത്യമായിരുന്നു. നോഹ പറയുന്നതല്ല ഇവരനുസരിക്കുകയാണ്, എല്ലാറ്റിനെ അടക്കി വാഴുകയാണ്. അതായത് ഈ ഒരു വെളിച്ചം, വചനത്തിലെ ഒരു വെളിച്ചം കിട്ടിയാൽ മതി, സകലത്തിൻ്റെ മേൽ നിങ്ങൾക്ക് കൺട്രോൾ വരും. ഇതാ സകല ജീവിയുടെ മേൽ നിയന്ത്രണം വന്നില്ലേ? ഭാര്യ, മക്കൾ. ഇത് എൻ്റെ ഭാര്യ പറഞ്ഞ കേൾക്കുന്നില്ല, ഭാര്യ വേറെ വഴിക്കാണ്, പിള്ളേര് വേറെ വഴിക്കാ. ചുമ്മാതാ. നിന്റെ അധികാരം നീ തിരിച്ചറി. നീ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ദൈവത്തോടു കൂടി ഇരുന്നാൽ ഭാര്യ നിൽക്കേണ്ടടുത്ത് നിൽക്കും. 128 സങ്കീർത്തനം പോലെയാകും. ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയാകും. വീട് വിട്ടു പോകില്ല, വീട്ടിനകത്ത്.
പടർന്ന് പന്തലിക്കും, ഫലമുള്ള മുന്തിരി വള്ളിയാകും. അതൊരു ആനന്ദമാകും. മക്കൾ മേശയ്ക്ക് ചുറ്റും. അവർ നാട് വിട്ടു പോകില്ല, വീട് വിട്ടു പോകില്ല. ഈ ദിവസങ്ങളിൽ ഈ അധികാരത്തിൽ നിൽക്കണം, വാഴണം. ഒരു വീടിനെ ഒരു അപ്പൻ വാഴണം. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. നോഹയുടെ കുടുംബത്തിനാണ് കൃപ ലഭിച്ചത്. അവൻ്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ എല്ലാം ഈ പെട്ടകത്തിൽ കയറി. 8 പേർ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചു. ദൈവം കൊടുക്കുന്ന വലിയ പ്രകാശമാണിത്. ദൈവം അവരുടെ ഉള്ളിൽ ചില പ്രകാശങ്ങൾ കൊടുത്തു. ഇതിനെയെല്ലാം അടക്കി വാഴാൻ കഴിയും. ഇന്ന് ഭൂമി കാണുന്ന സർവ്വ മൃഗങ്ങളെയും ജീവികളെയും അടക്കി വാഴാൻ നോഹയ്ക്ക് 1 വർഷം ദൈവം കൃപ കൊടുത്തില്ലേ? ഈ കൃപ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ നയിക്കുവാൻ, നിങ്ങളുടെ ഓഫീസിനെ നയിക്കുവാൻ, ഇത് കേൾക്കുന്ന പല ദൈവദാസന്മാർക്ക് നിങ്ങളുടെ ചർച്ചിനെ നയിക്കുവാൻ ദൈവം വലിയൊരു പ്രകാശം തരും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ദൈവവചനമാണ്. ദൈവവചനം പ്രകാശിച്ച് കിട്ടിയാൽ അതിനനുസരിച്ച് നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയും. ഹാനോക്ക് 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നല്ലേ? എന്താ കാരണം? അവനൊരു കാര്യം പ്രകാശിച്ച് കിട്ടി. എന്താണ്? എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ആദാം മുതൽ 7ാമനായ ഹാനോക്ക് എന്നാണ്. 7 തലമുറകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന എൻ്റെ വല്യപ്പച്ചൻ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. പിന്നെ ആർക്കും നടക്കാൻ കഴിഞ്ഞില്ല. ആ അനുഭവത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ പറുദീസയിൽ അല്ലെങ്കിലും ദൈവത്തിൻ്റെ കൂടെ നടക്കും. എനിക്കൊരു പറുദീസ വേണ്ട ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. ദൈവം എന്നെ നടത്തുമ്പോൾ പോകുന്നിടമെല്ലാം പറുദീസയായി മാറും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കും. 300 വർഷം അവനത് പ്രകാശിച്ച് കിട്ടി. ചില കാര്യങ്ങൾ പ്രകാശിച്ച് കിട്ടിയാൽ നമ്മുടെ ജീവിതം മാറും. ഇന്ന് ഇത് കേൾക്കുന്ന പലരുടെ അകത്ത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ചിലതൊക്കെ വന്ന് കയറട്ടെ, ഒരു പ്രകാശമുണ്ടാകട്ടെ. ദാവീദിന്റെ അകത്ത് എന്തൊക്കെയോ പ്രകാശിച്ച് കിട്ടിയില്ലേ? അതുകൊണ്ട് അവൻ ആരാകാൻ കഴിഞ്ഞു? രാജാവാകാൻ കഴിഞ്ഞു. ഒരിക്കലും അവനെ രാജാവാക്കില്ലെന്ന് ശൗല് തീരുമാനിച്ചതാണ്. എന്നാൽ ദാവീദിനറിയാം, ഞാൻ രാജാവാകും. അവന് പ്രകാശിച്ച് കിട്ടിയ കാര്യമാണ്, ഞാൻ രാജാവാകും. ശൗലിന്റെ മകനായ യോനാഥാൻ പറഞ്ഞു, നീ രാജാവാകും, ഞാൻ നിന്റെ 2ാമനാകും. എന്നാൽ യോനാഥാന് 2ാമനാകാൻ കഴിയാതെ അവൻ മരണപ്പെട്ടു. ദാവീദിന് പ്രകാശിച്ച് കിട്ടിയത് അവന്റെ ജീവിതത്തിൽ നിവർത്തിയായി. ദാവീദിന് ഒരു കാര്യം അറിയാം, ശത്രു എൻ്റെ അടുത്ത് വന്നാൽ മുൾത്തീ പോലെ കെട്ടുപോകും. കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിലും ദൈവം എനിക്ക് ഉത്തരം തരുള്ളൂ. ഇതെല്ലാം ഈ ഉത്തരം അരുളുമെന്നുള്ള വചനമൊക്കെ പ്രകാശിച്ച് കിട്ടിയപ്പോൾ തൻ്റെ നേരെ വന്ന ഒരു പ്രതിസന്ധിയും താൻ പേടിച്ചില്ലെന്നുള്ളതാണ് സത്യം. തന്നെ കല്ലെറിയാൻ എല്ലാവരും, കൊല്ലാൻ എല്ലാവരും ചുറ്റും നിന്നപ്പോൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. എന്താണ്? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വചനം അവൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇവനെ കൊല്ലുന്നവൻ എന്ത് കിട്ടും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കാൻ ഈ അഗ്രചർമ്മി ആര്? പ്രകാശിച്ചു കിട്ടി. എന്താണ്? ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, അവൻ അഗ്രചർമ്മിയാണ്. ദൈവവുമായിട്ട് ഉടമ്പടിയില്ലാത്തവരാണ്. ഫെലിസ്തർ ദൈവമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെതാണ്. ദൈവത്തെ നിന്ദിക്കാൻ ഇവരാര്? ദൈവത്തിൻ്റെ സൈന്യമാണ് ഞങ്ങൾ, ഞങ്ങളെ നിന്ദിക്കാൻ ഇവൻ ആര്? ഇന്ന് നിന്നെ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവത്തെ നിന്ദിച്ചതുകൊണ്ട്, ദൈവസഭയെ നിന്ദിച്ചതുകൊണ്ട്. ഒരു കല്ലെടുത്തിട്ടു, ഗോലിയാത്ത് താഴെ പോയി. പ്രകാശിച്ചു കിട്ടി. ഞങ്ങൾ ആര്? ക്രിസ്തുവിൽ ഞങ്ങൾ ആരെന്ന് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പ്രകാശിച്ചു കിട്ടിയാൽ, നിങ്ങളുടെ വില നിങ്ങൾ അറിഞ്ഞാൽ, നിങ്ങൾ പഴയതുപോലെ ജീവിക്കുക പോലുമില്ല. പുതിയ നിയമത്തിൽ പൗലോസിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിച്ച് കിട്ടിയതല്ലേ? ദൈവവചനം അതുപോലെ പ്രകാശിച്ച് കിട്ടി. പത്രോസിനും അത് പ്രകാശിച്ച് കിട്ടി. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. ഞങ്ങൾക്ക് പ്രകാശിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും പ്രകാശിച്ച് കിട്ടും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം മനുഷ്യനുണ്ടായത് മുതൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു.
എന്നാൽ ചിലർക്ക് ഇത് പ്രകാശിച്ച് കിട്ടിയുള്ളൂ. ജോസഫിന്റെ കാലത്ത് ജോസഫിന് പ്രകാശിച്ച് കിട്ടി പോസിറ്റീവ് എനർജിയിൽ ജീവിക്കുവാൻ. ദാവീദിന്റെ കാലത്ത് അവന് കിട്ടി, എന്നാൽ പലർക്കും അത് പിടികിട്ടിയില്ല. അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയ ലോത്തിന് അത് പിടികിട്ടിയില്ല, അബ്രഹാമിന് അത് പ്രകാശിച്ച് കിട്ടി. അതുകൊണ്ട് അവൻ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയൊക്കെ വിട്ട് ഇറങ്ങിയത് അവനറിയാം. ഞാൻ ഇറങ്ങിയത് ഒരു ദൈവത്തെ സേവിക്കാനായതുകൊണ്ട് ഞാൻ പോകുന്നിടത്ത് ഞാനൊരു സക്സസ് ആയിരിക്കും. ലോത്തിനത് പ്രകാശിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് അവൻ നീരോട്ടമുള്ള സ്ഥലം കണ്ടപ്പോൾ ചാടിപ്പിടിച്ചു. അബ്രഹാം അവനിൽ നിന്ന് നേരെ എതിർവശത്തേക്ക് പോയി. അബ്രഹാമിനറിയാം, ഞാൻ എവിടെ പോയാലും ഒരു സക്സസ് ആണ്, ഞാനൊരു അനുഗ്രഹമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമെന്ന് പറയുന്നത് വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിൻ്റെ അർത്ഥം വചനത്തിലുള്ള ജീവൻ, വചനത്തിലുള്ള വെളിച്ചം അത് പ്രകാശിച്ച് കിട്ടിയാൽ അബ്രഹാമിനെ പോലെ എവിടെ പോകാനും പേടിയില്ല. ലോത്തിനെ പിടിച്ച് ശത്രുക്കൾ രാജാക്കന്മാർ കൊണ്ടുപോയിട്ടും എന്തുകൊണ്ട് അബ്രഹാം പേടിക്കാത്തത്? രാജാക്കന്മാരല്ലേ, സൈന്യബലമില്ലേ? അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാനും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടിയുള്ളതാ. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ആരെയും തോൽപ്പിക്കാനോ തകർക്കാനോ ആർക്കും കഴിയില്ല. ഞാൻ എവിടെ ചെന്നാലും ഞാനൊരു അനുഗ്രഹമാണ്. അത് യുദ്ധക്കളത്തിലാണെങ്കിലും വീട്ടിൽ ചെന്നാലും ഒരു നാട്ടിൽ പോയി പാർത്താലും ഞാനൊരു അനുഗ്രഹമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പരാജയമില്ല. ആ ഒരു കാര്യം പ്രകാശിച്ച് കിട്ടി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം അത് വചനമാണ്, അതൊരു ശക്തിയാണ്. നിങ്ങളെ പ്രകാശിപ്പിക്കും. നിങ്ങൾ എവിടെയാണ് ഇരുട്ടിൽ കിടക്കുന്നത്, വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകാശിച്ച് കിട്ടിയാൽ ആ വചനത്തിൻ്റെ പ്രകാശത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. അന്ധകാരം ഭൂമിമേൽ മൂടുന്നു, കൂരിട്ട് ജാതിമേൽ മൂടുന്നു, നിങ്ങളുടെ മേൽ കർത്താവ് ഉദിക്കും. പ്രകാശിക്കുക, ജ്വലിക്കുക. ഏതു മനുഷ്യനെയും ഈ വചനം പ്രകാശിപ്പിക്കും. ഷണ്ണൻ ഫിലിപ്പോസ് വചനം പറഞ്ഞപ്പോൾ ഷണ്ണൻ പ്രകാശിച്ചു. അവൻ ഒറ്റയ്ക്ക് വായിച്ചപ്പോൾ അവന് പ്രകാശിച്ച് കിട്ടിയില്ല. കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരുവൻ, ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരുവൻ പറഞ്ഞാലേ പരിശുദ്ധാത്മാവിൻ്റെ വചനം നമുക്ക് പൊരുള് തിരിച്ചു കിട്ടും. ഇത് ആരെങ്കിലും പരിശുദ്ധാത്മാവില്ലാത്തവൻ എഴുതി പിടിപ്പിക്കുന്ന പരിപാടിയല്ലത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യമല്ല, പ്രകാശിച്ച് കിട്ടുന്ന മർമ്മങ്ങളാണ്. ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ ഷണ്ണന്റെ ഉള്ളം തുറന്നു. ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്ത് വിരോധം? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാണ്. ഷണ്ണനോട് ഫിലിപ്പോസ് പറഞ്ഞു. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. കയറി വന്നപ്പോൾ ഫിലിപ്പോസിനെ കാണാനില്ല. പിന്നെ അവൻ അസ്തോദിലെത്തി. അവൻ പ്രകാശിക്കുന്നവനായിരുന്നു, പ്രകാശിപ്പിക്കുന്നവനായിരുന്നു. ഷണ്ണനെ പ്രകാശിപ്പിച്ചു. അവൻ്റെ ഇരുണ്ട ഹൃദയത്തിലേക്ക് ഒരു വെളിച്ചമടിച്ചു കൊടുത്തു. അറുക്കാനുള്ള ആടിനെ പോലെ എണ്ണുന്നത് യെശയ്യാവിനെ കുറിച്ചുമല്ല, താങ്കളെ കുറിച്ചുമല്ല, ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. ആ പ്രകാശം, വചനത്തിൻ്റെ പ്രകാശം ഷണ്ണനെ സ്നാനവെള്ളത്തിലേക്ക് ഇറക്കി. അവൻ എത്യോപ്യയിലേക്ക് പോയി. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ചർച്ചുകളും ആരാധനകളൊക്കെ പലയിടത്തുള്ളതുപോലെ എത്യോപ്യയിലുമുണ്ട്. എന്താ കാരണം? ഷണ്ണൻ വളരെ സന്തോഷിച്ചു പോയ പോക്കാണ്. ആ പോക്ക് അവൻ വലിയ ഒരു ഉണർവാക്കി മാറ്റി. അവനെ ദൈവം വലിയ ഉണർവാക്കി മാറ്റി. ഇന്ന് എത്യോപ്യയിൽ മനോഹര ചർച്ചുകളും സഭാ വളർച്ചയും ഉള്ളതിൻ്റെ കാരണം ഷണ്ണനാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. നമുക്ക് വിശ്വസിക്കാം. ഒരാൾക്ക് പ്രകാശിച്ച് കിട്ടിയാൽ മതി, ഒരു രാജ്യം രക്ഷപ്പെടും. ഈ സത്യ വെളിച്ചം ഒന്ന് പ്രകാശിച്ച് കിട്ടാൻ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്ക് എല്ലാം ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. വചനത്തിൻ്റെ പ്രകാശം ഉണ്ടാകട്ടെ. അവരാത്മാവിൽ കുതിച്ചുയരട്ടെ.
ബൈബിളിൽ പറയുന്ന വിടുതലുകളെല്ലാം പ്രാപിക്കട്ടെ. സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ. സമാധാന നദി ഒഴുകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.